അപ്പൊ മീൻവല്ലം പോവല്ലേ? അതിപ്പോ അവിടെ തുറന്നിട്ടുണ്ടോന്ന് അറിയില്ല, ചിലപ്പോ അടച്ചിട്ടുണ്ടാവും. മീൻവല്ലം കൊണ്ടുവരില്ലല്ലോ. പോലെ നമ്മളിപ്പോ ഒരാളിനെ കാണാനാ പോണത്. ആള് ഇതാ പുറത്ത് നിൽക്കുന്നുണ്ട്. മെയിൻ ആളാണ് നമ്മുടെ. ഇയാള് മാത്രമൊന്നുമല്ല, നമ്മുടെ 2-3 ആൾക്കാരുണ്ട്. അതിൽ മെയിൻ ആളാണ്. എടുത്തിട്ടുണ്ടല്ലോ, എന്തോ സംഭവം ഉണ്ട്. ഇതെന്താ ഇപ്പത്തെ പരിപാടി? ഇതെന്താണ്? മണലോ? അപ്പൊ ഈ മുതലും കെറ്റിയിലാണ് പോണത്. ഇത് അടുത്ത ആള് നടന്നു വരുന്നുണ്ട്. ഇതെന്താ എന്താ പരിപാടി? അപ്പൊ നമ്മള് കല്ലടിക്കോട് എത്തിയിട്ടുണ്ട്. കല്ലടിക്കോട് നിന്ന് നമ്മള് ഈ പാലം കഴിഞ്ഞാൽ റൈറ്റ് എടുത്ത് പോകും. ഇതൊരു ഷോർട്ട് കട്ട് ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാല് മീൻവല്ലം പോവാ. നേരെ പോയി കഴിഞ്ഞാലും പോവാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ഷോർട്ടാണ്. ഇതൊരു മലയോര പ്രദേശമായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. 2 സൈഡും നല്ല പച്ചപ്പൊക്കെ ആയിട്ടേ. എന്താ റസിക്ക പറയാനുള്ളത്? മല കാണുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കാക്ക വരുന്നുണ്ട് വണ്ടിയും കൊണ്ട്. കുറച്ച് റോഡ് ഒരു ലേശം ഒരു ഇടുങ്ങിയ റോഡാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പാലെത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അവിടുന്ന് നമുക്ക് റൈറ്റിലോട്ട് പോവാം. മീൻവല്ലം എന്നുള്ള ബോർഡ് കാണും. അവിടുന്ന് റൈറ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് മീൻവല്ലത്തിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, കാരണം ഇവിടെ ഒരു സ്പോട്ടുണ്ട് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടേ. ഇത് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് കണ്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള വണ്ടികൾ വന്നിട്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. സാറേ റെഡിയല്ലേ? ഈ സാഹസികമായ വഴിയിലൂടെ വേണം നമ്മൾ ഇറങ്ങാൻ കിട്ടാ. ഇതിൽ കൂടെയാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ ഇറങ്ങാം. എന്താ റഷിക്ക്, ഇത് കൂടെ ഇറങ്ങാൻ പറ്റില്ലേ? ആരും ഇവിടെ മാലിന്യമൊന്നും നിക്ഷേപിക്കരുത്. അത് പ്രത്യേകം ഇവിടെ ഗ്രാമപഞ്ചായത്ത് പറയുന്നുണ്ട്. ഇറങ്ങും. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നമ്മുടെ കാലൊക്കെ കണ്ടില്ല, അതിൽ ഇറക്കുമ്പോഴേക്കും വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം വല്ലാതെ ഈ എത്ര നട്ടുച്ചയ്ക്ക് പോയാലും
വെയിലൊന്നും ഉണ്ടാവില്ല, കാരണം മുകളിലൊക്കെ നല്ല തണലാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കേണ്ട സ്ഥലം തന്നെയാണ്. സാറാ എങ്ങനെയുണ്ട്? വൈബ് എങ്ങനെയുണ്ട്? വൈബ് എങ്ങനെയുണ്ട് പറ. അടിപൊളിയല്ലേ? ഇതാണ് മക്കളെ വൈബ്. ഒന്ന് വന്നോളി, സെറ്റപ്പ് സ്ഥലാട്ടാ. ഐസ് പോലുണ്ടോ? ചൂടൊക്കെ പറഞ്ഞോ? കടക്ക് വേണ്ടി സാർ അത് കടന്നോ? കടന്നോ? കുഴപ്പമില്ല, കടന്നോ? കിടക്കണേ സാർ, അവിടെ കിടക്കാം. മണലിലാണ് കിടക്ക്, നോക്കട്ടെ. കടന്നുണ്ട്, തല മുട്ടില്ല. കിടക്ക് നിസാർ, ആ മണലിൽ കിടക്കുകയാണ്. ഉള്ളിലേക്ക് പോകും. എന്നാ പോയിട്ട് വാ. എന്താ വൈബില്ലേ? എങ്ങനെയുണ്ട് ശരിക്കും? എന്താ ലെവല്? ഓ, ചാടിയൊക്കെ എടുത്തിട്ടുണ്ട് സാറേ. ലെവൽ എങ്ങനെയുണ്ട്? വാട്ടർ പോളി.